രണ്ടാഴ്ചത്തേക്ക് വെടിനിർത്തൽ. അതായത് മനസ്സിലാക്കുക, ഇന്ത്യൻ സമയം രാവിലെ 3:30 കൂടിയാണ് പ്രസിഡന്റ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് അനൗൺസ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ നടത്തിയത്. ആ സമയത്ത് ഉറപ്പായിട്ടും അമേരിക്കയിൽ ഡേ ടൈമാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഷവാസ് ഷെരീഫ്, പാകിസ്ഥാൻ ആർമി ചീഫ് മുനീർ, ഈ രണ്ടുപേരും കൂടാണ് ഇറാനുമായിട്ട് മീഡിയേറ്റ് ചെയ്തത്. കാരണം പാകിസ്ഥാൻ ഈ പ്രപ്പോസൽ അമേരിക്കയ്ക്ക് കൈമാറുന്നു, അമേരിക്കൻ പ്രസിഡന്റ് സമയമെടുക്കുന്നു. അതിനുശേഷമാണ് ഇതിനൊരു അനൗൺസ്മെൻ്റായിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും 2 ആഴ്ചത്തേക്കാണ് സീസ് ഫയർ. ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് നിങ്ങൾ അതിനകത്ത് സോഷ്യൽ മീഡിയയിലുള്ള ട്വീറ്റിനകത്ത്, അതായത് ട്രംപിൻ്റെ സോഷ്യൽ ട്രൂത്തിനകത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയം ഹോർമുസ് പൂർണ്ണമായിട്ടും ഇറാൻ്റെ കസ്റ്റഡിയിൽ നിന്നും അവരുടെ സൈന്യം നിന്ന് അത് തുറന്നു കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പം അതിനകത്ത് ചില മീഡിയകളൊക്കെ പറയുന്നു ഒമാനും ഇറാനുമായിട്ട് 2 ലക്ഷം ഏകദേശം 2 ലക്ഷം $2 ബില്യൺ ഓരോ ഷിപ്പുകാർ കയ്യിൽ നിന്നും വാങ്ങുമെന്ന്. പക്ഷേ ഇതൊന്നും അതിനകത്തില്ല. ഇതിനെപ്പറ്റിയൊക്കെ ലേറ്റർ സ്റ്റേജിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിനകത്ത് സെസ് കൊടുക്കുന്നുണ്ടോ, ഈ പറയുന്ന ഇറാൻ പറയുന്ന റീബിൽഡ് ചെയ്യാൻ അവർക്ക് വേണമെന്നാണ്. ഒമാൻ്റെ തുടക്കത്തിൽ ഒമാനാണ്, പിന്നീട് ഇറാൻ്റെ ഭാഗത്തോട്ടാണ് ഇത് കൂടുതൽ പോകുന്നത്. അതുകൊണ്ടാണ് ഈ 2 രാജ്യവും ഇത് ഷെയർ ചെയ്യുന്നു എന്ന് ചില മീഡിയയിൽ വാർത്ത വരിക. കാരണം ഇറാൻ പാർലമെൻറ്റിൽ ഇതേപോലെ മേടിക്കണം, അത് റീബിൽഡ് ചെയ്യാൻ ആവശ്യമാണ് എന്നവർ അവിടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു, അവർ പാസ്സാക്കുകയും ചെയ്തു. ഇനി അടുത്ത സംഭവം, ചില കേരളത്തിലെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഇത് ഇറാൻ്റെ വിജയമാണെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, ആദ്യം മുതൽ, അതായത് മീഡിയേറ്റേഴ്സ് ആദ്യം ആവശ്യപ്പെട്ടു 45 ഡേയ്സ് സീസ് ഫയർ. അമേരിക്ക 15-ന് പരിപാടിയും പറഞ്ഞു. ഈ രീതിയിലാണെങ്കിൽ ഒരു 45 ഡേയ്സ്. അത് ഇറാൻ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങൾ അടുപ്പിച്ചുള്ള ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ, ഇറാൻ്റെ ഒഫീഷ്യൽസ് അവിടുത്തെ ടെലിവിഷനിലും ഗ്ലോബലായിട്ടുള്ള മീഡിയയിലും പറയുന്ന വാർത്താ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. ഇറാൻ പൂർണ്ണമായിട്ടും, അവസാനം പറയുന്നത് ഇറാൻ പൂർണ്ണമായിട്ടും ബാക്ക്ഡോർ ടോക്സ്, അതായത് ഈ ടോക്സിൽ നിന്നും പിന്മാറി കഴിഞ്ഞപ്പോൾ ഒരു ഇവൻറ്റുകൾ ശ്രദ്ധിച്ചുകൊള്ളുക. അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ രാത്രിയിൽ ത്രട്ടനിങ് ചെയ്യുകയാണ് ഇറാൻ്റെ സിവിലൈസേഷൻ ഉൾപ്പെടെ, കാരണം ഇറാനെ കത്തിച്ച് ദൂരെ കളയും. അപ്പം അതിനുശേഷം ഗ്ലോബൽ മീഡിയയിൽ വന്ന വാർത്തയാണ്, കാരണം ഇറാനിയൻ പട്ടാളക്കാർക്ക് ഇതേപോലെ അമേരിക്കൻ ഇസ്രായേലി അറ്റാക്ക്, അതായത് അവരുടെ പവർ സ്റ്റേഷനും അവരുടെ ഗ്യാസ് സ്റ്റേഷനും അവരുടെ ബ്രിഡ്ജസിനും അവരുടെ ട്രെയിൻ, അതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാളക്കാർക്ക് അത് എതിർക്കാൻ പറ്റില്ല, കാരണം കേപ്പബിലിറ്റി ഇല്ല. അവരെന്താണ് പിന്നെ കാണിച്ചത്? ഇറാനിലുള്ള ജനങ്ങൾ മുഴുവനും അവിടുത്തെ പവർ സ്റ്റേഷൻ്റെ മുമ്പിൽ അത് നശിപ്പിക്കരുത് എന്നും പറഞ്ഞ് അവിടെ കൂടാൻ തുടങ്ങി. അതായത് അവിടുത്തെ ഗവൺമെൻറ്റിന് കേപ്പബിലിറ്റി ഇല്ല അത് തടയാൻ വേണ്ടി. അതായത് ജനങ്ങളുടെ പ്രശ്നമുണ്ടായി, കാരണം ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരാകും എന്നുള്ള ധാരണയിലോട്ട് കാര്യങ്ങൾ പോയി. രണ്ടാമത് ചൈനയാണ് കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായിട്ട് ഇറാൻ്റെ കയ്യിൽ നിന്നും ക്രൂഡ് വാങ്ങുന്നത് വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ. നേരത്തെ 7 വർഷം മുമ്പ് ഇന്ത്യയും വാങ്ങിയിരുന്നു ഇറാൻ്റെ കയ്യിൽ നിന്നും ക്രൂഡ്. ഇപ്പം ചൈന ഏകദേശം 400 ബില്യൻ്റെ ക്രൂഡാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇറാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചൈന പ്രഷറൈസ് ചെയ്തു ഇറാൻ്റെ മുകളിൽ, കാരണം ചൈനീസ് എക്കോണമിയെ ബാധിക്കാൻ തുടങ്ങി. ചൈന പറഞ്ഞു ഒരു സീസ് ഫയർ ആവശ്യമാണ്, അല്ലെങ്കിൽ ചൈനയും ഇറാനെ അനുകൂലിക്കുന്ന ചൈനയും അതിനെ എതിർക്കും എന്ന് പറഞ്ഞു. അതായത് പ്രഷർ മൗണ്ട് ചെയ്യും. അതുകൊണ്ടാണ് രാത്രിക്ക് രാമായണം തന്നെ ഇറാൻ പ്രത്യേകം താല്പര്യമെടുത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ട് ആർമി ചീഫുമായിട്ട് സംസാരിക്കുന്നു. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും പാകിസ്ഥാൻ മീഡിയയിലൊക്കെ വന്ന വാർത്തയാണ്. അതായത് അവർ തന്നെ ഈ 45 എന്നുള്ള 2 ആഴ്ചത്തേക്ക് ട്രൂസ്, അതായത് സീസ് ഫയർ എഗ്രിമെൻറ്റിലോട്ടോ, അതായത് ഹോർമുസ് തുറക്കും. എന്താണ് ഇറാൻ്റെ ഡിമാൻഡ്? എന്തായിരുന്നു? പെർമനൻ്റ് സീസ് ഫയർ. അത് അമേരിക്ക പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. പെർമനൻ്റ് സീസ് ഫയർ എന്ന് പറയുന്ന റെജീം ചേഞ്ച് ആകാതെ പെർമനൻ്റ് സീസ് ഫയർ ഇല്ല എന്ന് പറഞ്ഞു. അതായത് 2 ആഴ്ച. ഈ സമയത്ത് പോലും ഏതെങ്കിലും രീതിയിൽ ഹോർമുസ് തുറന്നില്ല എങ്കിൽ, അത് ഇന്നോ നാളെയോ
ഈ ഹോർമുസ് തുറന്നില്ല എങ്കിൽ ഈ അറ്റാക്ക് വീണ്ടും ഉണ്ടാകാം. ഈ 2 ആഴ്ചയേ ഉള്ളൂ ഈ സംഭവം. 2 ആഴ്ചയ്ക്കുള്ള അതിനിടയ്ക്ക് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മിഡിൽ ഈസ്റ്റിൽ വരുന്നു. അതേപോലെ തന്നെ UN-ൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇറാനിൽ പോകുന്ന ടോക്സ് നടത്താൻ വേണ്ടി. കാരണം ഇറാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം അത് റീബിൽഡ് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനം കാരണം 15,000 ഹിറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായും തകരുന്നതിന് തുല്യമാണ്. നിങ്ങൾ കാണുന്ന അവരുടെ പാലങ്ങൾ, അവരുടെ റെയിൽവേ, കാരണം അത് കാണിച്ചു കൊടുത്ത് എവിടൊക്കെയാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഫർദർ ഏകദേശം ഒരു ദിവസം കൊണ്ട്. അതോടുകൂടി ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം തീർന്നു പോകും. അതായത് വലിയ പ്രഷർ മൗണ്ട് ചെയ്തു. ജനങ്ങൾ അവർക്കെതിരാകുന്ന ധാരണയായി. കാരണം ഇത്രയും നാൾ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഉള്ള ആ റെജീമിനെ പിന്തുണയ്ക്കുന്നവർ ഈ പവറും ഇലക്ട്രിസിറ്റിയും ഈ ഗ്യാസും സംഭവങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒന്നും അല്ലാതായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞത് അവരുടെ എയർപോർട്ടുകൾ, കാരണം 3 എയർപോർട്ടുകളാണ് അവർ യൂസ് ചെയ്തെന്ന് ഇൻ്റർനാഷണൽ ഹ്യൂമനിറ്റേറിയൻ കഴിഞ്ഞ 40 ദിവസത്തിന് വേണ്ടി പല എയർക്രാഫ്റ്റുകളും ഫ്ലൈ ചെയ്തു. അവരുടെ നീഡ് മെഡിസിൻ ആണെങ്കിലും അത്യാവശ്യമുള്ള ഫുഡാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളുമായിട്ട്. അപ്പോൾ അത് ഹിറ്റ് ചെയ്ത് നശിപ്പിച്ചു. അതായത് കംപ്ലീറ്റ് ഈ സംഭവം കണക്ടിവിറ്റി ഇല്ലാതാക്കി. അപ്പോൾ വരാനുള്ള 8 മണിക്കൂറോ 12 മണിക്കൂറോ കൊണ്ട് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറും പവറും ഗ്യാസും ബ്രിഡ്ജും മുഴുവനും നശിച്ചു കഴിഞ്ഞാൽ ഇറാൻ പിന്നെ തിരിച്ചു വരാൻ ഏകദേശം 25 മുതൽ 50 വർഷമെടുക്കും. പിന്നെ ചിലപ്പോൾ തിരിച്ചു പോലും വരത്തില്ല, ആ രീതിയിലോട്ട് പോകും. അത് അല്ലെങ്കിൽ പിന്നെ അമേരിക്ക ഇടപെട്ട് തിരിച്ചു വരും. നിങ്ങൾ വാർത്ത കണ്ടു കാണും, കർഗിൽ ഇറാൻ്റെ മിലിറ്ററി ബങ്കറുകൾ അതിനെ ഹിറ്റ് ചെയ്തു. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഏകദേശം 40 മണിക്കൂർ അമേരിക്കൻ ഓപ്പറേഷൻ കൊണ്ട് അവരുടെ അമേരിക്ക 2 ആൾക്കാരെ കൊണ്ടുപോയപ്പോൾ ഇറാനും പിടികിട്ടി. അവർ നാളെ ടെഹ്റാനിൽ കയറും, നാളെ കർഗൈലിൻ്റെ പിടിക്കും. കാരണം അത്ര കോൺഫിഡൻസായി. ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. ഇറാൻ അവസാനം ഒരു സറണ്ടർ മോഡിലോട്ട് വരുന്നു. കാരണം അവർ പറഞ്ഞു പെർമനൻ്റ് സീസ് ഫയർ, അവർ പറഞ്ഞ 10 പരിപാടികൾ, ഇതൊക്കെ അമേരിക്ക പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഹോർമുസ് തുറക്കുക, ഒറ്റ ഡിമാൻഡേ അമേരിക്ക വെച്ചുള്ളൂ. അതാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്, ആദ്യം ഫസ്റ്റ് ഓപ്പൺ ദ ഹോർമുസ്. വേറൊന്നും ബാക്കിയുള്ളതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. കാരണം അതിന് ചില പത്രങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി പൂർണ്ണമായിട്ടും ഇറാനായിരിക്കും ഹോർമുസ് കൈകാര്യം. ഒരു കാരണവശാലും അമേരിക്ക തയ്യാറാകത്തില്ല. ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളും തയ്യാറാകത്തില്ല. ഹോർമുസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവിടെ ഫർദർ ഇൻ ഫ്യൂച്ചറിൽ അതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അമേരിക്ക ഏറ്റെടുക്കും. ഇതിനകത്ത് വിജയം ആരുടെയാണ് നിങ്ങൾ ഇനിയും കാൽക്കുലേറ്റ് ചെയ്യണം. എവിടെ നിന്നൊക്കെയാണ് ഇറാൻ കെയിം ഡൗൺ. റെജീം എന്ന് പറയുന്ന അതിനെപ്പറ്റി പറയുമ്പോൾ റെജീം ചേഞ്ച് ആയോ ഇല്ലയോ, ഒറ്റ ചോദ്യം ചോദിക്കാം. ഇറാൻ്റെ ഒരു സീനിയർ ലീഡർ അത് ഇൻ്റർനാഷണൽ ചാനലിലൂടെ ഇൻ്റർവ്യൂ പറയുന്നു, ഏകദേശം 270ഓളം സീനിയറായിട്ടുള്ള നേതാക്കളും ഷിയ റെജീമിൻ്റെ അകത്തുള്ള അവരുടെ ക്ലർജീസും തീർന്നുപോയി. അതായത് മൊജ്തബ ഖമനൈ, അതായത് അലി ഖമനയുടെ മകൻ, അയാൾ പോലും ജീവനോടുള്ള കാര്യത്തെപ്പറ്റി ആർക്കും അറിയത്തില്ല. എന്ത് റെജീമിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്? അതായത് ആ റെജീം ഏകദേശം തീർന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇറാൻ്റെ മിലിറ്ററി കേപ്പബിലിറ്റി ഞാൻ കൃത്യമായിട്ട് പറയാം, അതൊരു 90% ഇല്ലാതായിപ്പോയി. ഇത് അതേപോലുള്ള ഹിറ്റാണ് കിട്ടിയത്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ അവിടെ കയറുവാണെങ്കിൽ, കരയുദ്ധം നടത്തുവാണെങ്കിൽ, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ 48 മണിക്കൂർ അമേരിക്ക അവരുടെ ഡീപ്പായിട്ട് 400 കിലോമീറ്റർ അകത്ത് അവരവരുടെ 2 പേരെ റെസ്ക്യൂ ഓപ്പറേഷൻ, ഇത്രയും ഏകദേശം 154 എയർക്രാഫ്റ്റുകൾ, അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്ത് ആളിനെ കൊണ്ടുപോയ സമയത്ത് എന്ത് റെസിസ്റ്റൻസാണ് പട്ടാളത്തിൽ നിന്നുണ്ടായത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാം. അതായത് അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. പിന്നെ ഇറാൻ ഇഷ്ടമുള്ള പലയിടത്തും പല റോക്കറ്റുകളൊക്കെ അങ്ങ് വിട്ടു, അതായത് മിസൈൽ വിട്ടു, ഡ്രോൺസ് വിട്ടു. അങ്ങനെ ലോകം മുഴുവനും, അതായത് ഹോർമുസ് തടഞ്ഞോടുകൂടി ഗ്ലോബലായിട്ട് അവർക്ക് അറ്റൻഷൻ കിട്ടി. കാരണം ഇറാൻ അത് ചെയ്യാൻ പറ്റും. പല ഷിപ്മെൻറ്റും കത്തിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അമേരിക്ക ഇതിൻ്റെ എല്ലാം പണം ഇറാൻ്റെ കയ്യിൽ നിന്നും വാങ്ങും. അവർക്ക് റീബിൽഡ് ചെയ്യാനൊക്കെ സഹായം കൊടുക്കുക. അതാണ് ഈ ഡിസ്കഷൻ, നെഗോസിയേഷൻ എന്നൊക്കെ പറയുന്നത്. ഫർദർ നെഗോസിയേഷനൊക്കെ ഉണ്ടാകും. ഈ റെജീം ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ അമേരിക്ക സഹായിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ചൈനയോ റഷ്യയോ ഒന്നും സഹായിക്കത്തില്ല. ചൈനീസ് എക്കോണമി ഇസ് ഇൻ എ ബാഡ് ഷേപ്പ്.
കാരണം അമേരിക്കയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യണം. അത് തന്നെയാണ് ട്രംപിൻ്റെ ആ ട്വീറ്റിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്ക ഈസ് ഗോയിങ് ടു ഗെയിൻ. അതാണ് ഉണ്ടാകുന്നത്. വീണ്ടും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഡോമിനേഷൻ വളരെയധികം കൂടി ഈ വാറോടുകൂടി. അതായത് 2 ആഴ്ച കഴിയുമ്പോൾ, 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത പ്രതിഫലനം എന്ന് പറയുന്നത് റീഗ്രൂപ്പിംഗ്. അത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നുണ്ട്, നിങ്ങളെന്തെങ്കിലും റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ കൊണ്ട് ഹിറ്റ് ചെയ്യും, അതിനൊന്നും ശ്രമിക്കരുത്, ആദ്യം ഒരു സീസ് ഫയർ, അതിനുശേഷം നെഗോഷിയേറ്റ് ചെയ്യും, ഫർദർ എങ്ങനെ പോകണം. ഇത് തന്നെയാണ് അമേരിക്ക പറയുന്നത്, ഇത് തന്നെയാണ് അറബ് രാജ്യങ്ങളും. കാരണം അവരുടെ ലൈഫ് ലൈനെ ബാധിച്ചിരിക്കുകയാണ്. ക്രൂഡ് വിൽക്കാൻ പറ്റത്തില്ല. അവിടെയുള്ള ഏകദേശം 85 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ അവരുടെ ലൈഫ് ക്വസ്റ്റ്യൻ മാർക്കിലായി. എന്ത് ചെയ്യും? ഇതാണ് ലോകത്തിൻ്റെ ഒരു പോക്ക്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ തിരിഞ്ഞത്, എത്ര പെട്ടെന്നാണ് അത് യൂ ടേൺ അടിച്ച് തിരിഞ്ഞു വന്നത്, എത്ര പെട്ടെന്നാണ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ലോകം വാച്ച് ചെയ്യുന്നത്. അതായത് ഇന്നലെ വരെ 144 ഇന്നലെ രാത്രി കയറിയ ക്രൂഡിൻ്റെ ബ്രെൻഡ് ക്രൂഡ് അത് പെട്ടെന്ന് 96 പോയി. അതായത് ഇന്ത്യയുടെ 44% ക്രൂഡ് വരുന്ന ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. വളരെ വില കുറച്ചാൽ കിട്ടുന്നത്. ഇതിൻ്റെ കാര്യം എന്താ വില കുറയുന്നത്? കാരണം ട്രാൻസ്പോർട്ട് കോസ്റ്റ് വളരെ കുറവാക്കുക, തൊട്ടടുത്താണ്. ഇത് ലോകത്തെ എത്ര രാജ്യങ്ങളെ ബാധിച്ചു? ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ഏഷ്യൻ രാജ്യങ്ങളെയും ബാധിച്ചു. അമേരിക്ക ഇസ്രായേലിനെയും ബാധിച്ചു. ഒരു കുല്ലും ബാധിച്ചില്ല. കാരണം അവരിതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അമേരിക്കൻ ഈ ക്രൂഡിൻ്റെ ഡിമാൻഡ് കൂടി അവിടെ ജനങ്ങളുടെ ആളുകളുടെ അവിടെ ഈ പറയുന്ന ക്രൂഡ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെ വില കൂടി. അത് നോർമലായിട്ട് ഗ്ലോബലായിട്ട് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടി. കാരണം പ്രൈവറ്റ് കമ്പനികളാണ് അമേരിക്കയിൽ ഇത് ചെയ്യുന്നത്. നാച്ചുറലായിട്ടത് കൂടും. പക്ഷേ അവർക്ക് അതിന് ഷോർട്ടേജ് ഉണ്ടാവുന്നില്ല. പക്ഷേ പല ഏഷ്യൻ രാജ്യങ്ങളിലും അതിൻ്റെ ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം ഈ 2 ആഴ്ച എന്ന് പറഞ്ഞു അതിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങളും ടോക്സും നെഗോസിയേഷനുമാണ് ഈ പറയുന്ന അമേരിക്ക ഇറാനുമായിട്ടുണ്ടാകാൻ പോകുന്നത് ഏറ്റവും ക്രൂഷ്യൽ. അതേപോലെ ഇസ്രായേൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെബനൻ അറ്റാക്ക് അവർ കണ്ടിന്യൂ ചെയ്യും. അത് ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല. ആ സമയത്ത് അവർ ലെബനൻ്റെ ഓൾറെഡി സദേൺ ലെബനൻ പിടിച്ചു കഴിഞ്ഞു. അത് ഫർദർ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ലെബനൻ്റെ കാര്യത്തിൽ ഏതാണ് തീരുമാനം? അവിടെ വാർ നിൽക്കുന്നില്ല. ഈ ഇറാനുമായി കാരണം ആലോചിച്ച് നോക്കുക, ഒക്ടോബർ 7 ആരാ സ്റ്റാർട്ട് ചെയ്ത്? ഹമാസ്. ആരുടെ പിന്തുണയോട് സ്റ്റാർട്ട് ചെയ്തു? ഇറാൻ്റെ പിന്തുണയോട് സ്റ്റാർട്ട് ചെയ്തു. ആരൊക്കെ സപ്പോർട്ട് ചെയ്തു? ഹിസ്ബുള്ള സപ്പോർട്ട് ചെയ്തു, ഹൂത്തി സപ്പോർട്ട് ചെയ്തു, പിന്നീട് ഇറാൻ കയറി സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ അന്ന് പറഞ്ഞു ഇത് ഇറാനെ അടിച്ചേ തീരത്തുള്ളൂ. ഇത് ഇറാനെ നശിപ്പിക്കുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുക. കാരണം 15,000-17,000 ഹിറ്റ് എന്ന് പറയുന്നത് ഒരു ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് 9 കോടിയുള്ള ജനം, ഈ വലിയ രാജ്യമാണ്. ഈ 15,000-17,000 ഹിറ്റ് എന്ന് പറഞ്ഞ മിലിറ്ററി സൈറ്റും അവരുടെ യൂണിവേഴ്സിറ്റി അങ്ങനെ മറ്റു പലയിടത്തും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഹിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ആ രാജ്യം റീബിൽഡ് ചെയ്യാൻ സമയമെടുക്കും. കാരണം അതത് ചെറിയ കാര്യമല്ല. 15,000-17,000 ഹിറ്റ് എന്ന് പറയുന്നത് അത് വലിയ സമയം തന്നെ എടുക്കും. അതിന് ശരിക്കും പണം ആവശ്യമാണ്. ഏതൊക്കെ രീതിയിലാണ് അവർ റീബിൽഡ് ചെയ്യാൻ പോകുന്നത് അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. സപ്പോർട്ടില്ലെങ്കിൽ അത് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇറാൻ ഒരു ഡിഫെൻസീവ് മോഡിലോട്ടാണ് പോയേക്കുന്നത്. ഡിഫെൻസീവ് മോഡിൽ അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പെർമനൻ്റ് സീസ് ഫയർ എന്ന് മാറിയിട്ട് 45 ദിവസം പിന്നീട് 2 വീക്സ് സീസ് ഫയറിലോട്ട് ഇറാൻ കൊണ്ടുവന്നത്. കാരണം അമേരിക്ക അല്ലെങ്കിൽ ഈ രാജ്യത്തെ നാശമാക്കി കളയും. എങ്ങനെയാണ് ജപ്പാനെ 2ാം ലോകമഹായുദ്ധത്തിൽ തളച്ചത്? കാരണം അമേരിക്കൻ സേനയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അവരുടെ കേപ്പബിലിറ്റി അവർ ലോകത്ത് മുഴുവനും കാണിച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും നാറ്റോ രാജ്യങ്ങളിൽ ഒരു സഹായം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് അമേരിക്ക ഇസ്രായേലുമാണ് ലോകത്തിലെ സൂപ്പർ ഡൂപ്പർ ശക്തികളെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ഗൾഫിലോട്ട് പോവുകയാണ്. കാരണം ഇത്രയും ഇന്ത്യക്കാരുണ്ട്, ഇത്രയും ഇന്ത്യയുടെ റെമിറ്റൻസ് ഉണ്ട്. ഓൾറെഡി ഇന്ത്യയുടെ സാമ്പത്തിക മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. ഇന്ത്യയുടെ അല്ല, ലോകത്തെല്ലാ എക്കോണമിയും ഈ പറയുന്ന ഈ ഗൾഫിലെ ഇഷ്യൂ, ഗൾഫ് വാറും പ്രത്യേകിച്ച് ഹോർമസ് സ്ട്രൈറ്റ് ലോകത്തെല്ലാ എക്കോണമിയെയും ബാധിക്കും. അമേരിക്കയുടെ വരെ എക്കോണമിയെ ബാധിക്കും. അപ്പോൾ ഏതായാലും വാറിൻ്റെ ഒരു നല്ല ആ വാർ നിൽക്കണം, ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ടാകണം, ഇറാനിലെ അൺസർട്ടനിറ്റി മാറണം, ആ ജനങ്ങൾക്ക് ഫ്രീഡം കിട്ടണം. അപ്പം അതാണ് എല്ലാവരും നോക്കുന്നത്. അത് എവിടം വരെ എത്താൻ സാധിക്കുന്നു എന്നുള്ളതും ഈ പറയുന്ന ഫർദർ നെഗോസിയേഷനിൽ
അതിനൊരു എന്താണ് ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക, അതൊക്കെയാണ് പ്രധാനമായ മാറ്റങ്ങൾ ലോകം കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഈ വാറിൻ്റെ അകത്ത് ഈ രണ്ടാഴ്ചത്തെ സീസ് ഫയറിനകത്ത് എന്ത് ഇന്ത്യൻ മീഡിയ പറഞ്ഞു കഴിഞ്ഞാലും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർക്കും അസിം മുനീർ പാകിസ്ഥാൻ്റെ ആർമി ചീഫിനും അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം അവരാണത് നെഗോഷിയേറ്റ് ചെയ്തേക്കുന്നത്. അത് അത് പാകിസ്ഥാൻ മീഡിയ ഒക്കെ മുഴുവൻ ഇപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും അസിം മുനീറേയും കുറ്റം പറയുകയാണ്. അമേരിക്ക കൊടുത്ത പോലെ പ്രപ്പോസലാണ് പാകിസ്ഥാൻ പാസ്സാക്കിയത്, അത് തെറ്റാണ് എന്നാണ് ഈ പറയുന്ന പാകിസ്ഥാൻ മീഡിയ ഒക്കെ പറയുന്നത്. എന്താണെങ്കിലും പാകിസ്ഥാൻ ഒരു ഇൻ്റർനാഷണൽ രീതിയിലോട്ട് അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ UAE ആയിട്ട് ഏകദേശം 3 ബില്യൺ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു ക്രൂഡ് മേടിച്ച്. അപ്പം അതിനകത്ത് ഇവർക്കൊരു സപ്പോർട്ടീവായിട്ട് എലമെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നോക്കാം വരാനുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.